ഖത്തറിന്റെ മുൻ അമീർ ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഷൈഖ് ഹമദ് ബിൻ ഖലീഫയോടുള്ള ആദരസൂചകമായി രാജ്യത്ത് 4 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 18 വർഷം ഖത്തറിന് സുവർണ കാലഘട്ടം സമ്മാനിച്ച ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി. ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിലൊന്നായ ഖത്തറിനെ പ്രകൃതിവാതക ശേഖരത്തിന്റെ വികസനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയ ഭരണാധികാരി. 1995 മുതൽ 2013 വരെ ഖത്തറിന്റെ അമീറായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി. അൽ ജസീറ TV നെറ്റ്വർക്ക് സ്ഥാപിച്ചതടക്കം പുരോഗമനപരമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. 2022 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം ഖത്തർ നേടിയെടുത്തതും അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ കാലത്തായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഖത്തറിലേക്ക് കൂടുതൽ സർവകലാശാലകളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതികൾ സഹായിച്ചു. പലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകളിലും നിർണായക പങ്ക് വഹിച്ചു. 2012 UN കാലാവസ്ഥാ ഉച്ചകോടിക്കും ഖത്തർ വേദിയായി. 4ാമത്തെ മകനും നിലവിലെ അമീറുമായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് 2013 അധികാരം കൈമാറിയ ശേഷം ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി വിശ്രമത്തിലായിരുന്നു. 4 ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് രാജ്യത്തെ പ്രഖ്യാപിച്ചത്. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങി GCC ഭരണകർത്താക്കളും അറബ് ലോകത്തെ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ദോഹ.